ആ ഒരു ബഹിഷ്കരിച്ച ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിരാശപ്പെടേണ്ടി വരും. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപരിപാടി അല്ലല്ലോ. ഇത് സമൂഹത്തോട്, പ്രവാസി സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കൊടുവഞ്ചനയായിട്ടാണ് അതെനിക്ക് തോന്നുന്നത്. ലോക കേരള സഭ ഇന്ന് സമാപിക്കാൻ പോവുകയാണ്. നിങ്ങൾ പുതിയ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, തീർച്ചയായിട്ടും ഞാൻ ഖത്തറിൽ നിന്നാണ് പങ്കെടുക്കുന്നത്. സംസ്കൃതി ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും, പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, അതിന് നിയമ തടസ്സങ്ങൾ, അതൊക്കെ തന്നെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും വളരെ മികച്ച നല്ല അനുഭവം തന്നെയാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെയും ലോക കേരള സഭയുടെയും ഭാഗത്തു നിന്നൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സമയം, ഈ നമ്മുടെ ബജറ്റൊക്കെ അവതരിപ്പിച്ച് പ്രവാസികളെ വല്ലാതെ ചേർത്ത് പിടിച്ച് പ്രവാസികളെ കൂടെ നിർത്തിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടി ഈ LKS ചേരുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഏത് ഘട്ടങ്ങളിലും പ്രവാസികളെ ചേർത്ത് പിടിച്ച ഒരു ഗവൺമെൻറ് കൂടിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പ്രവാസികൾക്ക് ക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അതുപോലെ കോവിഡ് സമയത്ത് പ്രവാസികൾ ചേർത്ത് പിടിച്ചു. ഈ LKSഉം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 125ഓളം വരുന്ന രാജ്യങ്ങളിലുള്ള പ്രവാസികളെ കേൾക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു അവസരം ഒരുക്കുക എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ആദ്യ അനുഭവമായിരിക്കും. ലോകത്ത് മറ്റൊരിടത്തും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് കേരളമെന്ന് നമ്മൾ പലപ്പോഴും കൊച്ചു കേരളമെന്ന് വിളിക്കുന്ന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യക്കല്ല മാതൃക, ലോകത്തിനാകമാനം മാതൃകയാണ്. അതിനകത്ത് ഞങ്ങൾ പ്രവാസികൾക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട്. ലോകം തന്നെ മാതൃകയാക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞു. അതേസമയം തന്നെ കേരളത്തിലടക്കം പ്രതിപക്ഷം ഇതിനെതിരെ വല്ലാത്ത രീതിയിലൊരു നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിനോട് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ ശരിയും തെറ്റും കാണുക എന്നതിനേക്കപ്പുറത്ത് സ്വാർത്ഥമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ കാണുന്ന ഒരു അനുഭവം, ഇപ്പോൾ ഖത്തറിൽ നിന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രതിനിധികളിൽ ഈ പറയുന്ന ബഹിഷ്കരിച്ചവരുടെ കൂടെ നിൽക്കുന്നവരും അവരുടെ പ്രധാനപ്പെട്ട കക്ഷികളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊരു ആശ്വാസമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ബഹിഷ്കരിച്ച ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിരാശപ്പെടേണ്ടി വരും. അവരുടെ അണികൾ തന്നെ, പ്രത്യേകിച്ച് പ്രവാസികൾ തന്നെ അവരോട് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇതിൽ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപരിപാടി അല്ലല്ലോ. ഇത് ആസ്വദിക്കാൻ വരുന്നല്ലോ. പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു ഗവൺമെൻറ് തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ്. മാത്രമല്ല ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രവാസികളുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത്തരമൊരു അവസരം നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു, ഈ കാലഘട്ടത്തിലെ സമൂഹത്തോട്, പ്രവാസി സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കൊടുവഞ്ചനയായിട്ടാണ് അതെനിക്ക് തോന്നുന്നത്. അത് ആര് എന്നുള്ളതല്ല പ്രശ്നം, ആര് തന്നെ ചെയ്തു കഴിഞ്ഞാലും ഇത്രയും വലിയ മഹത്തായ ഒരു വേദിയിൽ ഇത്രയും വലിയ സംവാദങ്ങൾ നടക്കുന്ന, പ്രവാസികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരിടത്തു നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നവർ പ്രവാസികളോട് ക്രൂരമായി പെരുമാറുന്നു എന്നതിന് തുല്യമായിട്ട് നമുക്കതിനെ കാണേണ്ടി വരും.